വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ 2025 ബൈ മൈൻഡ് മീഡിയ. ഈ മെൻ്റൽ ഹെൽത്ത് മന്തിൽ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ വേൾഡ് ലീഡർ ആയ ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപിനെ പറ്റിയാണ്. അദ്ദേഹത്തെ പറ്റി ധാരാളം കണ്ടെത്തലുകൾ, വാചകങ്ങൾ, കമൻസ്, മനസ്സിലാക്കലുകൾ ഒക്കെ മീഡിയയിലുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ശാസ്ത്രീയ അടിസ്ഥാനം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാനസിക രോഗമുണ്ടെന്ന് പറയുന്നു, വ്യക്തിത്വ വൈകല്യമുണ്ടെന്ന് പറയുന്നു, ഓർമ്മക്കുറവുണ്ടെന്ന് പറയുന്നു. എന്നാൽ അങ്ങനെ പറയണമെങ്കിൽ നമുക്കത് ക്ലോസ് ആയിട്ടുള്ള ഒബ്സർവേഷൻ, എക്സാമിനേഷൻ, ഹിസ്റ്ററി ടേക്കിംഗ്, സൈക്കോളജിക്കൽ ഇവാലുവേഷൻ ഇവയൊക്കെ നടത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ പറഞ്ഞാൽ അത് അടിസ്ഥാനരഹിതമായിരിക്കും. ഇപ്പോൾ സൈക്കോമെട്രി, സൈക്കോളജിക്കൽ ഇവാലുവേഷനൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ഇത്തരമൊരു കൺക്ലൂഷനിൽ എത്താനുണ്ട്. അങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളെല്ലാം ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തികൾ ഇവയൊക്കെ വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, റേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പഠനവിധേയമാക്കാൻ വേണ്ടിയിട്ട് ധാരാളം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വിശദാംശങ്ങളിലോട്ട് നമുക്ക് ഒന്ന് നോക്കാം. പ്രത്യേകിച്ചും ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും പെരുമാറ്റവും പ്രവൃത്തികളുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മനഃശാസ്ത്രജ്ഞന്മാരും മനോരോഗ വിദഗ്ധരും മറ്റ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസും ഒക്കെ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു കൺക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ദി ഡേഞ്ചറസ് കേസ് ഓഫ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. 2017 ബാൻഡി എക്സ്ലി എന്ന് പറയുന്ന ഫോറൻസിക് സൈക്യാട്രിസ്റ്റ് എഡിറ്റ് ചെയ്തിട്ടുള്ള അതിൽ 27 സൈക്യാട്രിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്, അതിനകത്ത് അവരുടെ അഭിപ്രായം, എസ്സേയ്സ് എൻ്റെ കളക്ഷനാണ്. ഇങ്ങനെ പരസ്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള അവരുടെ തീരുമാനത്തിനെ അവർ ജസ്റ്റിഫൈ ചെയ്തിരിക്കുന്നത് ഇത് അവരുടെ നൈതികമായിട്ടും സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്വവും ഡ്യൂട്ടിയുമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഇതിൽ ട്രംപിൻ്റെ പേഴ്സണാലിറ്റി പ്രൊഫൈൽ അവർ അത് പറഞ്ഞിരിക്കുന്നത് ട്രംപ് നാർസിസ്റ്റിക് പാരനോയിഡ് പേഴ്സണാലിറ്റി ട്രേസ് പ്രകടിപ്പിക്കുന്ന ഒരാളാണെന്നാണ്. അതിനകത്ത് ഇമ്പൾസിവിറ്റി, എടുത്തുചാട്ടം, ലാക്ക് ഓഫ് എമ്പതി, മറ്റുള്ളവരുമായിട്ട് സഹാനുഭൂതി ഇല്ലായ്മ, അംഗീകാരത്തിനായിട്ടുള്ള അമിതമായ ത്വര, ഇതൊക്കെ വളരെ പ്രകടമായിട്ടുണ്ടെന്നാണ് അവരുടെ ഒരു പഠനം പറയുന്നത്. അതുമാത്രമല്ല, ഒരു നേതാവ് അല്ലെങ്കിൽ രാഷ്ട്രത്തലവൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കാൻ ഉള്ള യോഗ്യത ഇല്ലെന്ന് മാത്രമല്ല, സമൂഹത്തിന് അപകടകരമാണെന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. വേറെ വളരെ രസകരമായിട്ടുള്ള ഒരു ഫൈൻഡിങ്, പ്രശസ്തയായ അമേരിക്കൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മേരി എൽ ട്രംപ് ട്രംപിൻ്റെ തന്നെ ഫാമിലിയിലുള്ള ആളാണ്. അവർ ഒരു ബ്രോഡ്കാസ്റ്ററാണ്, റൈറ്ററാണ്, ഓതറാണ്, ട്രംപിൻ്റെ ശേഷകാരിയാണ്. അവരുടെ പ്രശസ്തമായ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് മൈ ഫാമിലി ഹാസ് ക്രിയേറ്റഡ് എ വെരി ഡേഞ്ചറസ് മാൻ എന്നാണ്. ടു മച്ച് ആൻഡ് നെവർ ഇനഫ് എന്ന 2021 ബുക്ക് ഇദ്ദേഹത്തെ വളരെ ഷാർപ്പായി വിമർശിച്ചിരിക്കുന്നു. എന്നാൽ ഇവരുടെ നിരീക്ഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ എല്ലാ ക്രൈറ്റീരിയയും മീറ്റ് ചെയ്യുന്നു എന്നാണ്. മാത്രമല്ല, സാമൂഹ്യ വിരുദ്ധാവസ്ഥയായ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ പല ലക്ഷണങ്ങളും പ്രകടമായി കാണിക്കുന്നുണ്ട്. കൂടാതെ പഠന വൈകല്യത്തിൻ്റെ ചില അവസ്ഥകളും ഓർമ്മക്കുറവിൻ്റെ, ഡിമെൻഷ്യയുടെ ചില ലക്ഷണങ്ങളും ഒക്കെ കാണിക്കുന്നതായിട്ടും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാൻഡി എക്സ്ലി, ജോൺ ഗാർഡ്നർ തുടങ്ങിയ വിദഗ്ധരുടെ നിരീക്ഷണത്തിൽ ഇദ്ദേഹത്തിന് മാലിഗ്നൻ്റ് നാർസിസം, അതായത് ഇത്തിരി കൂടിയ നാർസിസ്റ്റിക് ടെൻഡൻസി ഉണ്ടെന്നാണ്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായ സ്വയം വലുതെന്ന ഭാവം, അപ്രമാദിത്വം, ഗ്രാൻഡിയോസിറ്റി, സഹാനുഭൂതി ഇല്ലായ്മ, കാര്യമായ നേട്ടങ്ങളൊന്നുമില്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് അമിതമായ പ്രശംസയ്ക്കുള്ള ആഗ്രഹം, അത് അവരെ കീഴടക്കിയോ സ്വാധീനിച്ചോ ഉപയോഗപ്പെടുത്തിയോ ഒക്കെ തരപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചേക്കാം. ഇതിൻ്റെ കൂടിയ അളവിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള സ്വഭാവവും, ചിലപ്പോൾ കൃത്രിമം കാണിക്കൽ, സംശയരോഗപരമായ അവസ്ഥ ഇവയൊക്കെ ഉണ്ടാകാമെന്ന് പറയുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ വാലിഡായിട്ടുള്ള ഒരു ശ്രമം കുറേ ഗവേഷകർ ചേർന്ന് നടത്തിയിട്ടുണ്ട്. ഹെക്സാക്കോ മോഡൽ എന്ന് പറയുന്ന ഒബ്സർവേറ്ററി റേറ്റിംഗ് സ്കെയിൽ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനെയും പേഴ്സണാലിറ്റിയൊക്കെ റേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ
എക്സ്ട്രാവേർഷൻ, ഹൈ സ്കോർ ആണ് കിട്ടിയിരിക്കുന്നത്. അത് ആൻറ്റി സോഷ്യൽ അവസ്ഥയുമായി ഒത്തുചേർന്ന് പോകുന്നൊരു ഫാക്ടറാണ്. പിന്നെ നാർസിസ്റ്റിക് ടെൻഡൻസി തന്നെയാണ്. മാത്രമല്ല വളരെ ലോ സ്കോർ ഓൺ എഗ്രിയബിൾനെസ്, അതായത് സമരസപ്പെട്ടു പോകൽ, കോൺഷ്യൻഷ്യസ്നെസ്, മോഡസ്റ്റി, എളിമ, ഇത്തരം കാര്യങ്ങളിൽ വളരെ ലോ സ്കോറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ നേരത്തെ ഉള്ള ഫൈൻഡിങ്സ്, അതായത് മേരി എൽ ട്രംപിൻ്റെയും മറ്റ് ഗവേഷകരുടെയൊക്കെ ഫൈൻഡിങ്സുമായിട്ട് ഒത്തുപോകുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും കൺക്ലൂഡ് ചെയ്യാവുന്നത് ഇദ്ദേഹത്തിന്, ഡൊണാൾഡ് ട്രംപിന് വ്യക്തിത്വ വൈകല്യവും മറ്റ് മാനസിക അസ്വസ്ഥതകൾ പോലുള്ള പ്രശ്നങ്ങളുണ്ടെന്നും നമ്മളൊരു രാഷ്ട്ര വ്യവഹാരത്തിൽ നമ്മളെ രാഷ്ട്രം ഇവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ വിദഗ്ധരുടെയും ഗവേഷകരുടെയും മനഃശാസ്ത്രജ്ഞരുടെയൊക്കെ അഭിപ്രായങ്ങൾ മുഖവിലേക്ക് എടുക്കണമെന്നാണ് പറയാനുള്ളത്.